വെൽക്കം ടു എവ്രി വൺ. PSC പരീക്ഷകളിൽ ചോദിക്കുന്ന കുറച്ചധികം ഫാക്ട്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ 100ഓളം ഫാക്ട്സുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ചുരുങ്ങിയ സമയത്ത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഫാക്ട്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞ് ഒരുവിധം പഠിച്ച് തറവായി കഴിഞ്ഞവർക്ക് ഒരു റിവിഷനായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1992ആണ്. നമ്മളിത് കേട്ടിട്ടുണ്ട്. SC/ST കമ്മീഷൻ. അത് സെപ്പറേറ്റ് അല്ല, സംയുക്ത കമ്മീഷൻ. ആദ്യം സംയുക്ത കമ്മീഷനായിട്ടാണ് രൂപം കൊണ്ടത്. ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപം കൊണ്ട വർഷം 1992ആണ്. അപ്പോൾ ഈ കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ ഭേദഗതി ഏതാണ്? ഇത് 1990-ലെ 65-ാം ഭേദഗതിയാണ്. അപ്പോൾ 1990-ലെ 65-ാം ഭേദഗതിയിലൂടെയാണ് സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപം കൊണ്ടത്. കമ്മീഷൻ രൂപം കൊണ്ടത് 1992-ല്, കാരണമായ ഭേദഗതി 1990-ലെ 65-ാം ഭേദഗതിയാണ്. ഇനി സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? രാംധൻ. ഇനി ഈ കമ്മീഷൻ സെപ്പറേറ്റ് ഒരു SC/ST കമ്മീഷൻ, സെപ്പറേറ്റ് SCക്ക് സെപ്പറേറ്റ് കമ്മീഷൻ, STക്കാർക്ക് സെപ്പറേറ്റ് കമ്മീഷൻ, അങ്ങനെ സെപ്പറേറ്റ് കമ്മീഷൻ രൂപം കൊണ്ട വർഷം 2004ആണ്. ആ കമ്മീഷൻ രൂപീകരമാകാൻ കാരണമായ ഭേദഗതി സെപ്പറേറ്റ് SC/ST കമ്മീഷൻ രൂപീകൃതമാകാൻ കാരണമായ ഭേദഗതി 2003-ലെ 89-ാം ഭേദഗതിയാണ്. 2003-ലെ 89-ാം ഭേദഗതിയാണ്. ഇനി നോക്കാം. നമ്മുടെ ഭരണഘടനയിൽ SC കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമുണ്ട്, ആർട്ടിക്കിളുണ്ട്. അത് ആർട്ടിക്കിൾ 338ആണ്. അപ്പോൾ SC കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 338ആണ്. ST കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 338A ആണ്. ആർട്ടിക്കിൾ 338 SC കമ്മീഷൻ, ST കമ്മീഷൻ ആർട്ടിക്കിൾ 338A. ഇനി ഈ SC കമ്മീഷനായാലും അതുപോലെ ST കമ്മീഷനായാലും ഈ ഓരോ കമ്മീഷന്റെയും കാലാവധി 3 വർഷമാണ്. അപ്പോൾ ഈ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു ചെയർമാനുണ്ട്. ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ഓരോ കമ്മീഷനിലും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ അംഗങ്ങളെ നിയമിക്കുന്നത്, അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പ്രസിഡന്റാണ് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. അടുത്ത നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത് 1993 ഒക്ടോബർ 12-നാണ്. അപ്പോൾ എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത്? 1993 ഒക്ടോബർ 12-നാണ്. അതുപോലെ നമ്മുടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ട വർഷം 1998ആണ്. 1998 ഡിസംബർ 11-നാണ്. അതുപോലെ ദേശീയ വനിതാ കമ്മീഷൻ രൂപം കൊണ്ട വർഷം 1992ആണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപം കൊണ്ട വർഷം 1996ആണ്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ എന്നാണ് രൂപം കൊണ്ടത് 1992. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപം കൊണ്ടത് എന്നാണ് 1996. ഡേറ്റുകളൊന്നും മറക്കരുത്, ആവർത്തിച്ച് തന്നെ പഠിക്കുക. അടുത്ത നോക്കാം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, മൈനോറിറ്റി കമ്മീഷൻ രൂപം കൊണ്ടത് 1993. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ 1993. അതേ വർഷം തന്നെയാണ് ദേശീയ പിന്നോക്ക കമ്മീഷൻ രൂപം കൊണ്ടത്. അപ്പോൾ ബാക്ക്വേർഡ് കമ്മീഷനും അതുപോലെ ന്യൂനപക്ഷ കമ്മീഷനും, അതായത് മൈനോറിറ്റി കമ്മീഷനും ബാക്ക്വേർഡ് കമ്മീഷനും, ന്യൂനപക്ഷ കമ്മീഷനും പിന്നോക്ക വിഭാഗ കമ്മീഷനും രൂപം കൊണ്ടത് 1993-ലാണ്. ക്ലിയർ ആയെന്ന് വരുന്നു. അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് പോവാം. എന്തായാലും ക്ലാസ് സ്പീഡിനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം കവർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ വരുന്ന പ്രിലിംസിനൊക്കെ ഇത് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. നോക്കാം. ഇനി നമ്മുടെ ഡെക്കാൻ പീഠഭൂമി, നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. അപ്പോൾ ഈ ഡെക്കാൻ പീഠഭൂമിയുടെയും അതുപോലെ മാൾവ പീഠഭൂമിയുടെയും ഇടയിലൂടെ ഒഴുകുന്ന ഒരു നദിയുണ്ട്. ഏതാണ്? നർമ്മദ. അപ്പോൾ ചോദിക്കാം, ഡെക്കാൻ പീഠഭൂമിയുടെയും മാൾവ പീഠഭൂമിയുടെയും ഇടയിലൂടെ ഒഴുകുന്ന ഇന്ത്യൻ നദി ഏതാണ്? നർമ്മദയാണ്. അതുപോലെ നമ്മുടെ ഈ മാൾവ പീഠഭൂമി ഏത് സംസ്ഥാനത്തിലാണ്?
മധ്യപ്രദേശ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലായിട്ടാണ് മാൾവ പീഠഭൂമി കാണുന്നത്. മാൾവ പീഠഭൂമി മധ്യപ്രദേശ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. അതുപോലെ ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗമാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഡെക്കാൻ ട്രാപ്പ് മേഖല ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയാണ്. വടക്ക് പടിഞ്ഞാറൻ മേഖലയാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്നറിയപ്പെടുന്നത്. അടുത്ത നോക്കാം. നേരത്തെ പറഞ്ഞു നർമ്മദാ നദി ഡെക്കാൻ പീഠഭൂമിക്കും മാൾവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്നു. അതുപോലെ നർമ്മദാ നദി രണ്ട് പർവ്വതങ്ങളുടെ ഇടയിലും കൂടി ഒഴുകുന്നുണ്ട്. അത് വിന്ധ്യ, സത്പുര. അപ്പോൾ വിന്ധ്യ, സത്പുര എന്നീ രണ്ട് പർവ്വതങ്ങളുടെ ഇടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അത് നർമ്മദയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെയും മാൾവ പീഠഭൂമിയുടെയും ഇടയിലൂടെ ഒഴുകുന്ന നദിയും നർമ്മദയാണ്. അടുത്ത ഭാഗം നോക്കാം. ഇനി നമുക്ക് നോക്കാവുന്നത് ശ്രീനാരായണ ഗുരു. നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ കുറച്ച് കൃതികളുണ്ട്. അത് ചോദിക്കും, അതെന്തായാലും പഠിക്കണം. നമുക്ക് നോക്കാം. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. അതുപോലെ നവമഞ്ചരി, അത് എഴുതിയതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. വിനായകാഷ്ടകം ശ്രീനാരായണ ഗുരുവാണ് എഴുതിയത്. ബാഹുലേയാഷ്ടകം അതും എഴുതിയത് ശ്രീനാരായണ ഗുരു. അതുപോലെ വാസുദേവാഷ്ടകം. അപ്പോൾ ഇത് വിനായകാഷ്ടകം, ബാഹുലേയാഷ്ടകം, വാസുദേവാഷ്ടകം, ഇത് മൂന്നും എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ നവമഞ്ചരി, ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്, ഇതെല്ലാം ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. ഇനി അടുത്തതുണ്ട് ജാതി നിർണയം, പിണ്ടനദി, അദ്വൈത ദീപിക. ഇതും നമ്മുടെ ഗുരുവിന്റെ കൃതികളാണ്. ജാതി നിർണയം, പിണ്ടനദി, അദ്വൈത ദീപിക ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. ജാതി നിർണയം, പിണ്ടനദി, അദ്വൈത ദീപിക. മറന്നു പോകരുത്. അപ്പൊ ഈ കൃതികൾ ആവർത്തിച്ച് പഠിക്കുക. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, നവമഞ്ചരി, വിനായകാഷ്ടകം, ബാഹുലേയാഷ്ടകം, വാസുദേവാഷ്ടകം, അതുപോലെ ജാതി നിർണയം, പിണ്ടനദി, അദ്വൈത ദീപിക. അപ്പൊ ഇതൊക്കെ തന്നിട്ട് ഇപ്പോൾ പ്രസ്താവന രീതിയിലും അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് രീതിയിലൊക്കെ ചോദിച്ചു കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിക്കണം. നവമഞ്ചരി, വിനായകാഷ്ടകം, ബാഹുലേയാഷ്ടകം, വാസുദേവാഷ്ടകം, ജാതി നിർണയം, പിണ്ടനദി, അദ്വൈത ദീപിക. എളുപ്പമാണ്, ആവർത്തിച്ച് കേട്ടാൽ മതി, നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത നോക്കാം. ശങ്കരാചാര്യർ. ശങ്കരാചാര്യരുടെ കൃതികളും പഠിക്കണം. ഏതൊക്കെയാണ്? വിവേക ചൂടാമണി, നവരത്ന മാലിക, ആനന്ദലഹരി. അപ്പോൾ ശങ്കരാചാര്യരുടെ കൃതികൾ ഏതൊക്കെയാണ്? വിവേക ചൂടാമണി, നവരത്ന മാലിക, ആനന്ദലഹരി. മറന്നു പോകരുത്. ആനന്ദലഹരി, നവരത്ന മാലിക, വിവേക ചൂടാമണി, ഇതെല്ലാം ശങ്കരാചാര്യരുടെ കൃതികളാണ്. നോക്കാം. ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ നോക്കാം. അദ്വൈത പഞ്ചരം, വേദാന്ത സാരം, അദ്വൈത ചിന്താ പദ്ധതി, വേദാധികാര നിരൂപണം, നിജാനന്ദ വിലാസം. ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ മറന്നു പോകരുത്. അദ്വൈത പഞ്ചരം, അദ്വൈത ചിന്താ പദ്ധതി, രണ്ടും ഒരുമിച്ച് പഠിക്കാം. അദ്വൈത പഞ്ചരം, അദ്വൈത ചിന്താ പദ്ധതി, വേദാന്ത സാരം, വേദാധികാര നിരൂപണം, നിജാനന്ദ വിലാസം. അദ്വൈത പഞ്ചരം, അദ്വൈത ചിന്താപദ്ധതി, വേദാന്ത സാരം, വേദാധികാര നിരൂപണം, നിജാനന്ദ വിലാസം. ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ഓക്കെ, ഇനി മറ്റൊരു ഭാഗം നോക്കാം. നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെ സ്ഥിതി ചെയ്യുന്നു? മുംബൈയിലാണ്. നമുക്കറിയാം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പോൾ നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നോക്കാം. മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചത് എന്തിന്റെ സ്മരണയ്ക്കായിട്ടാണ്? അതായത് ബ്രിട്ടനിലെ രാജാവ് ജോർജ് അഞ്ചാമനും അദ്ദേഹത്തിന്റെ ഭാര്യ മേരിയും 1911 നമ്മുടെ ഇന്ത്യ സന്ദർശിച്ചു. അതിന്റെ സ്മരണയ്ക്കായിട്ട് പണിതതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അതുപോലെ 1911 ഒരു ഡൽഹി ദർബാർ നടത്തി. നമ്മൾ കേട്ടിട്ടുണ്ട് ഡൽഹി ദർബാർ. അത് നടന്ന വർഷം 1911. അപ്പോൾ ഈ ഡൽഹി ദർബാറിലെ ഒരു പ്രഖ്യാപനം നടത്തി ജോർജ് അഞ്ചാമൻ രാജാവ്. എന്തായിരുന്നു ആ പ്രഖ്യാപനം? നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം, ആദ്യകാലത്ത് തലസ്ഥാനം എവിടെയായിരുന്നു? നമുക്കറിയാം കൊൽക്കത്തയായിരുന്നു. അപ്പൊ ഈ കൊൽക്കത്തയിൽ നിന്നും തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റാനുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത് 1911 ഡൽഹി ദർബാർ വിരുന്നിൽ വെച്ച് ജോർജ് അഞ്ചാമൻ രാജാവാണ് നടത്തിയത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ഹാർഡിഞ്ച് പ്രഭുവാണ്. ആ റദ്ദാക്കിയ സമയത്ത് അന്നത്തെ ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു? ജോർജ് അഞ്ചാമൻ രാജാവ്. ഇതേ ജോർജ് അഞ്ചാമൻ രാജാവായിരുന്നു ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ ബ്രിട്ടീഷ് രാജാവ്.
ഇനി നോക്കാം, ഇന്ത്യ ഗേറ്റ് നേരത്തെ പറഞ്ഞു എവിടെയാണ്, ഡൽഹിയിലാണ്. അപ്പോൾ ഇന്ത്യ ഗേറ്റ് എന്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി പണിതതാണ്? ഒന്നാം ലോക മഹായുദ്ധത്തില് മരണപ്പെട്ടുപോയ അല്ലെങ്കിൽ രക്തസാക്ഷികളായ ഇന്ത്യൻ പട്ടാളക്കാരുടെ സ്മരണയ്ക്ക് വേണ്ടി പണിതതാണ് ഏത്? ഇന്ത്യ ഗേറ്റ്. ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റ് പണിതത് ഒന്നാം ലോക മഹായുദ്ധത്തിലെ മരണമടഞ്ഞ സോൾജിയേഴ്സിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു അമർ ജവാൻ ജ്യോതി നമ്മൾ കേട്ടിട്ടുണ്ട്. അമർ ജവാൻ ജ്യോതി തെളിയിച്ചിരിക്കുന്നത് എവിടെയാണ്? അത് ഇന്ത്യ ഗേറ്റിലാണ്. അമർ ജവാൻ ജ്യോതി 1971 ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് അമർ ജവാൻ ജ്യോതി തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ അമർ ജവാൻ ജ്യോതി തെളിയിച്ചിരിക്കുന്നത് എന്തിന്റെ സ്മരണയ്ക്കായിട്ടാണ്? 1971 ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് അമർ ജവാൻ ജ്യോതി തെളിയിച്ചിരിക്കുന്നത്. അതുപോലെ ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എവിടെയാണ്? ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ അത് ഈ ഇന്ത്യ ഗേറ്റിന്റെ മറ്റൊരു പേരാണ്. അല്ലെങ്കിൽ ഇന്ത്യ ഗേറ്റ് അറിയപ്പെടുന്നത് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നും ഇന്ത്യ ഗേറ്റ് അറിയപ്പെടുന്നു. ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.